ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങൾ അബുദാബി ടെമ്പിൾ വരെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴെടുത്ത വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് തിരിച്ചു പോയതാണ്. കാരണം തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച ഈ അമ്പലം ക്ലോസ്ഡ് ആണ്, അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയ കൂടി വരാൻ പറ്റത്തില്ല, ദൂരെ തന്നെ റോഡ് തന്നെ ക്ലോസ് ആക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയതാണ്. ഇതാണ് അമ്പലത്തിൻ്റെ, ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഈ അമ്പലം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, സന്തോഷവും എനർജിയും വല്ലാത്തൊരു ഫീലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് വരാനായി തോന്നുന്നില്ല, അത്രയ്ക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം. എവിടെയാണെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ IDs കൊണ്ടുവരണം. അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് വിടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ പുറത്തൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഫോണൊക്കെ ഉപയോഗിക്കാം, ക്യാമറയൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അമ്പലത്തിനകത്ത് ഉള്ളിലേക്ക് നമ്മൾ മൊബൈലോ ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട് കയറുമ്പോൾ തന്നെ. അപ്പോൾ പുറത്ത് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ നല്ല തണുത്ത കാറ്റും നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പൊതുവെ അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിന് വല്ലാത്തൊരു ശാന്തത തോന്നുമല്ലോ. അപ്പോൾ അത് ശരിക്കും ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പോയപ്പോൾ കിട്ടുന്ന അതേ അനുഭവം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഒരു 4 മണിക്കായിരുന്നു. അപ്പോൾ 4 മണിക്ക് പോയതിന് കാരണം 4 മണിക്കത്തെ വൈകുന്നേരത്തെ വ്യൂവും പിന്നെ വൈകുന്നേരത്തിന് ശേഷം ഉള്ള ആ നൈറ്റ് വ്യൂവിൽ ആ 2 വ്യൂവും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ക്ലോക്ക് റൂമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഏരിയ കാണുമ്പോൾ നമുക്ക് അമ്പലക്കുട മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഉണർത്താൻ ഞാൻ പോയി ബെല്ലടിച്ചു. ഈ ഓരോരോ മണിയടിയിലും മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തതയുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. ഓരോരുത്തരുടെ കൗതുകം കൊണ്ട് പോയിട്ട് അടിക്കുന്നതായിരിക്കാം, എങ്കിലും ആ ഓരോരടിയിലും നമ്മുടെ പാസ്റ്റും അതേപോലെ തന്നെ ഫ്യൂച്ചറും കെട്ടാം. നമ്മുടെ പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയില്ല, ആ ഒരു ശാന്തതയായിരിക്കും നമുക്ക് കിട്ടുക. ആ പ്രസൻറ്റ് മൂമെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഇതൊരു 3rd ഫ്ലോറായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. അമ്പലം കുറച്ച് പുറകോട്ടേക്കായിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലെത്തിയിട്ട് താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ മുകളിലെത്തുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. അതിനുശേഷം ഈ അമ്പലത്തിനകത്തേക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. അമ്പലത്തിനകത്ത് എല്ലാ വിഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അമ്പലത്തിനകത്ത് കയറിയിട്ട് ഞങ്ങളൊരു, എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിനടുത്ത് ഉണ്ടാവുമായിരിക്കും, എന്തായാലും ഒരു 3/4 മണിക്കൂർ അങ്ങനെ അവിടെ അമ്പലത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നമുക്ക് സെൻട്രലായിട്ട് കുറച്ച് നേരം ധ്യാനിച്ചിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്നു. തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല സൺസെറ്റും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴക്കാറും ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തപ്പോൾ തന്നെ അവിടെ കുറച്ച് ടൈലാണല്ലോ, ഇവിടെ സാധാരണ മഴ പെയ്തതുകൊണ്ട് തന്നെ അവർ ടൈലായിരുന്നു യൂസ് ചെയ്യും. പിന്നെ ഞങ്ങൾ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല, കാരണം എങ്ങാനും സ്ലിപ്പായി പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ലിഫ്റ്റ് വഴി ഇറങ്ങി വരികയാണ് ചെയ്തത്. പിന്നെ നമ്മൾ നേരത്തെ ഈ വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ അവിടെ സ്ലിപ്പാവാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അവർ മാറ്റൊക്കെ വിരിച്ചു. നടക്കുന്നതൊക്കെ അവർ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചു. പിന്നീടുള്ളത് കാരണം സ്ലിപ്പ് അവനുള്ള ചാൻസ് കൂടുതലാണ്, അത്രയ്ക്കും മിനുസമുള്ള ടൈലാണ് അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചന്ദനം, കർപ്പൂരം, അതേപോലെ നമ്മുടെ പൂജ വിളക്ക് കത്തിക്കുന്നൊക്കെ ആവശ്യമായ സാധനങ്ങളും ഒക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു. അതുപോലെ തന്നെ വിളക്കൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1-2 സാധനം അവിടെ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്ത് ഒരുപാട് സമയമായിരുന്നു, കാരണം ഞങ്ങൾ നൈറ്റ് വ്യൂവും കൂടി കണ്ടിട്ടാണല്ലോ അവിടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പകൽ കണ്ടു, ഇനിയിപ്പോൾ നൈറ്റ് എങ്ങനെ ഇരിക്കുന്നു കൂടി കാണണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. നല്ല സുഖമായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കാനായിട്ട്. ഒന്നും ചിന്തിക്കുന്ന ഒരു വല്ലാത്തൊരു ഫീൽ അത് അവിടെ അനുഭവിച്ചാലേ അറിയാൻ പറ്റും.
പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നപ്പം പിന്നെ വിചാരിച്ചു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഒന്നല്ല അത് അവിടെ കുറേ ഉണ്ട് ഉള്ളിൽ ഓരോ കൗണ്ടറായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പുറത്ത് തന്നെ പോകാൻ, ആർക്കും തിരിച്ചു പോകാൻ ഇഷ്ടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും പോകണമെന്നൊന്നുമില്ല. കാരണം അവിടെ ഇരുന്നിട്ട് അത്രയ്ക്കും ഒരു ശാന്തതയും എന്തോ ഒരു വല്ലാത്തൊരു, അവിടെ നമ്മളെ പിടിച്ചിരുത്തിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പുറത്ത് അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നു. നമ്മൾ ശരിക്കും ബ്ലസ്ഡ് ആണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ വന്നപ്പോൾ മഴ നല്ല സുഖം പോവാൻ തോന്നുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടെന്ന്. നമ്മൾ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിന് ഒരു റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, മിക്സഡ് റൈസ്, എന്തായിരുന്നു പേര് അത് ഓർമ്മയില്ല. ആ സെയിം സാധനം തന്നെയാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അതും വാങ്ങിച്ച് പ്രസാദമൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ. ആ സമയത്തും ഇഷ്ടം പോലെ എത്ര ആൾക്ക് വന്നാലും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ സ്റ്റോക്കുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പ്രസാദമൊക്കെ കഴിച്ച് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ പോകാൻ, അപ്പം തന്നെ സമയം 9 മണിയെങ്ങാനും ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിതിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. കാരണം അമ്പലം ഹൈറ്റിലാണ്, അതേപോലെ കുറച്ച് ഹൈറ്റിലാണ് ഇത് പണിതിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഞാനാണെങ്കിൽ അവിടെ എത്തിയിട്ട് അമ്പലത്തിലെത്തിയ മുതൽ എല്ലാവരും നാട്ടിലേക്ക് നിരത്തി വിളിക്കുകയാണ് അവർക്കൊക്കെ ഈ അമ്പലം കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മയാണെങ്കിൽ എടുത്തേയില്ല. പിന്നെ അനിയൻ്റെ ഭാര്യ എടുത്തിട്ടുണ്ട്, അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും എടുക്കുന്നില്ല. വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിൽ കാണിക്കാതെ വെച്ചിട്ട് എനിക്ക് അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസും കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന്, അപ്പോഴും നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഈ അമ്പലവും അതിൻ്റെ പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.